ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്നാണ് വിശേഷം? സുഖാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു കിടില ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, കുമ്പളങ്ങയായ ഉണക്കമീന് ഒരു മാങ്ങായ ഇട്ട് പഴയ രീതിയിലുള്ള ഒരു കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നല്ല ഉണക്കമീനെന്ന് പറഞ്ഞാൽ ഇതാണ് ഉണക്കമീൻ. നല്ല ഉണങ്ങി പരവ കിട്ടി, നല്ല നാടൻ കുമ്പളങ്ങ. ഇവിടുന്ന് തന്നെ പറിച്ച മാങ്ങായും കിട്ടി, നല്ല നാടൻ മാങ്ങ. ഇത് പഴമേറിയ കറിയാണ്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഞങ്ങളുടെ അമ്മ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറിയെ അതുപോലെ ഒന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനു മുമ്പേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണം. നമ്മളെ മാങ്ങായും കുമ്പളങ്ങായും മീനെല്ലാം റെഡി ആക്കിക്കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകി പീസാക്കിക്കൊണ്ട് ഇവിടെ എല്ലാ ഐറ്റവും കൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ: അരമുറി തേങ്ങ, ഒരു 5-8 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് പോലെ നമുക്ക് അരച്ചോണ്ട് വരണം. അതിൻ്റെ കൂടെ ഉപ്പ് വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 2-3 മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കരിവേപ്പില, ഒരു 5 പത്തിരിമുളക് നമുക്ക് വഴത്താനായിട്ട് വേണം. പിന്നെ ചുമന്നുള്ളിയും അതും വഴത്താനായിട്ടാണ്. കടുവും നമുക്ക് പൊട്ടിക്കാനായിട്ടുള്ള സാധനം, കരിവേപ്പിലയും പൊട്ടിക്കാനായിട്ടുള്ളതാണ്. അപ്പം ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് മാങ്ങായെ അങ്ങോട്ട് മാങ്ങായും കുമ്പളങ്ങയും എല്ലാം കൂടെ മീനെല്ലാം കൂടെ അടുപ്പിലോട്ട് വെക്കാനായിട്ട് അങ്ങോട്ട് പോകാം. അടുപ്പ് കത്തിക്കാനായിട്ട് പോകാം. നല്ല സൂപ്പർ മീനാണ് കിട്ടി. എനിക്ക് ഇപ്പോഴേ കൊതി വരുന്നു. ഇതിനെ അങ്ങോട്ട് കറി അങ്ങോട്ട് വെക്കാൻ പോവുകയാണ്. അതിനെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുമ്പളങ്ങായും കൂടി ഇട്ട് കൊടുത്താലോ, വേവിക്കാനായിട്ട് കുമ്പളങ്ങായും കൂടി ഇടാം. ഇത് വേവിക്കാനായിട്ട് കുമ്പളങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇതിൻ്റെ അകത്ത് പൊടി സെറ്റാകാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഉപ്പും കൂടെ നമുക്കൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താലോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചുറ്റി കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. തേങ്ങായും ചുമന്നുള്ളിയും കൂടെ നമുക്ക് അരച്ചോണ്ട് വരാം, നെയ്യ് പോലെ അരച്ചോണ്ട് വരാം. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ശകലം മഞ്ഞപ്പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞപ്പൊടി കൊടുക്കാം, ഒത്തിരി വേണ്ട, ഇത്രയും കൊണ്ട് നല്ല കളർ സെറ്റാകത്തുള്ളൂ. കുമ്പളങ്ങ പകുതി വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മാങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങായും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ല എരിവും പുളിയും ഒക്കെയുള്ള സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോഴേ വായിക്കൂടെ കൊതി വരുന്നു. ഇവനെ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് വേകാൻ വേണ്ടി മൂടി വെച്ച് കൊടുക്കാം. വേഗം ആ സമയം കൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സഹായപ്പെട്ടവനെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കിവനെ ഒന്ന് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. ഇതിൻ്റെ മെയിൻ സാധനം ഇട്ടിട്ടില്ല, അന്നേരപ്പോഴേ ഈ മണം. ഓഹോ, അങ്ങാടെയും എല്ലാം കൂടെ. അപ്പോൾ നമുക്ക് മെയിൻ സാധനം കൂടെ, ഇത് വെന്തിട്ടുണ്ട്, നമുക്ക് മെയിൻ സാധനം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് വലുതായതുകൊണ്ട് നമുക്ക് പിന്നെ 2ആയിട്ട് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. വേണ്ട കിടക്കട അതിൻ്റെ അകത്ത് 2ആയിട്ട് ഒന്നായിട്ട് കഴുകും. ഉണക്കമീനായണ്ട് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കും. തിളയും കൂടെ തിളച്ച് ഒന്ന് ഇളക്കി നമുക്ക് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. ഇതൊന്ന് 5 മിനിറ്റ് ഇരുന്നൊന്ന് വേഗട്ടെ. എല്ലാം കൂടെ ഇതിൻ്റെ ഉപ്പൊക്കെ ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻ ഉപ്പുള്ളത് കാരണം കറക്റ്റ് ഉപ്പായിരിക്കും. പിന്നെ നമുക്കൊന്നുകൂടെ ടെസ്റ്റ് നോക്കാം. ഇവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. മീനും കൂടെ ഒക്കെ ഇട്ടപ്പോഴത്തേനെ നല്ല മണം അടിക്കാൻ തുടങ്ങി. നമുക്ക് ഇവനെ ഒന്ന് തുറന്നു നോക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. മീനും കൂടെ ഒക്കെ ഇട്ടപ്പോഴത്തേനെ വേണ്ട, മീനൊക്കെ നല്ല ഇവൻ്റെ അകത്ത് കിടത്ത് സെറ്റായിട്ടുണ്ട്. നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട്, ഇതാണ് തേങ്ങ അരച്ച് വെച്ച്, നെയ്യ് പോലെ അരച്ചതാണ്. ഇവനെ കൂടെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും.
ഇത് തിളയ്ക്കാൻ പാടില്ല. ശകലം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഈ വെള്ളം കൂടെ ഒഴിച്ച് ഇപ്പം തന്നെ സെറ്റായിട്ടുണ്ട്. കറി സെറ്റായിട്ടുണ്ട്. പിന്നെ മെയിൻ പരിപാടിയൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് തിളയ്ക്കാൻ പാടില്ല. പിരിഞ്ഞു പോകും. തേങ്ങാപ്പാലാണ് പിരിഞ്ഞു പോകും. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് താത്ത് വെക്കും. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. രണ്ടുമൂന്ന് കുമളകളൊക്കെ വന്നു. എന്നിട്ടത്തേന് നമുക്ക് നിർത്തിയേക്കാം. തീ അങ്ങ് ഓഫാക്കിയേക്കാം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവനെ താളിക്കാനായിട്ട് പോവാം. നമുക്ക് താളിക്കാനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ. കടുകും കൂടെ ഇട്ട് കൊടുത്തേക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ചുവന്നുള്ളിയും പത്തിലുമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇതിൻ്റെ അകത്തോട്ട് അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിവേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം. കടുവും മുളകും എല്ലാം കരിവേപ്പിലെല്ലാം റെഡി ആയിട്ടുണ്ട്. താളിക്കാനായിട്ടുള്ള എല്ലാം നല്ല മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. താളിക്കാനായിട്ട് അമ്പമ്പോ സൂപ്പർ മണം കറിക്ക്. ഈ താളിച്ചെല്ലാം കൂടെ നല്ല സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കളർഫുള്ള് ഇതുപോലെ വേണം. നല്ല കുഴമ്പ് പോലെ കറി വെക്കണം. അല്ല വെള്ളം നുഴയധികം നീട്ടല്ലേ. തേങ്ങ അരച്ച് നല്ല നല്ല സൂപ്പർ ഐറ്റം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. ആ മീൻ്റെയും എല്ലാം കൂടെ അവിടെ നല്ല മണം. പിന്നെ മീനെ തപ്പി എടുക്കണമല്ലോ. എവിടെയാണ് മീൻ ഇരിക്കുന്നത്? മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്പമ്പോ കൊതിപ്പിക്കുന്ന കറിയായത്. എല്ലാവരും കൊതിപ്പിക്കുന്ന കറിയാണ്. പക്ഷേ നമ്മളൊന്ന് ഇതേണ്ട മീനൊക്കെ ഒന്ന് ഉണക്കമീനാണ്. അല്ല എന്നാ മീനാന്ന് നോക്കി. ഇത് മതി 2 പ്ലേറ്റ് ചോറുണ്ട. ഓ കിടുക്കാച്ച കറി. എന്നാന്ന് വെച്ചാൽ എനിക്ക് പറയാനേ വാക്കുകളില്ല. സൂപ്പർ ഐറ്റം. എൻ്റെ അമ്പമ്പോ ഞാൻ വെച്ച് ചോറും കൂടെ ഉണ്ട് നോക്കാം. വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. പഴയ കാലത്തെ കറികളായത്. ഞങ്ങളുടെ അമ്മ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആ കാര്യം ഇന്ന് ഓർത്തിച്ച് ഉണക്കമീൻ കിട്ടിയപ്പോൾ ഇതുപോലെ ഞാൻ കറി ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാം. വേറെ കറികളൊന്നും വേണ്ട. അച്ചാറ് വേണ്ട. ഒരു ഐറ്റം വേണ്ട. ഈ കറി മാത്രം മതി. എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. എൻ്റെ ടേസ്റ്റാണെന്നറിയോ. ഈ ചോറ് ഞാൻ കൊതി കൊണ്ട് അങ്ങ് കഴിക്കുക. അതുണ്ടോ ഈ കറിയുടെ ഇത് ഉണ്ടോ. നല്ല പുളിപ്പും ആ മാങ്ങയുടെ പുളിപ്പും കുമ്പളങ്ങയുടെ പുളിപ്പും എല്ലാം കൂടെ. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാണ്ട്, കുമ്പളങ്ങ പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എൻ്റെ വീഡിയോ മൊത്തം കാണണമെന്ന്. കുമ്പളങ്ങ പായസം. ഇനി കുമ്പളങ്ങയുടെ അടുത്ത ഐറ്റങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളോടെല്ലാവരും പറയുന്നത് എല്ലാം ഇത് ഉണ്ടാക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. സൂപ്പർ ഐറ്റം. ഇത് ഉണക്കമീനെന്ന് പറഞ്ഞാൽ